CPC 146 ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 7ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് സൈക്കോളജി, അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, എന്താണ് ഇൻഡസ്ട്രി, അതിനകത്ത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്, അതിൻ്റെ തിയറികൾ, ഓരോ ഓർഗനൈസേഷനുള്ള തിയറികളെ കുറിച്ച് പഠിക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ലീഡർഷിപ്പ്, എങ്ങനെയൊക്കെ ലീഡർഷിപ്പ് ഉണ്ടാകുന്നത്, ഏതൊക്കെ തിയറികളാണുള്ളത്, എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ ചെയ്യാം, അത് ലേണിംഗ്, എങ്ങനെ ലേണിംഗ് ഈ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വരുന്നു, അതിപ്പോൾ ലേണിംഗ് തിയറി. അപ്പോൾ ലീഡർഷിപ്പ് തിയറി, ലേണിംഗ് തിയറീസ്, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷൻ കൾച്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ലീഡർഷിപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നും കൂടെ ലീഡർഷിപ്പ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളത് കൊണ്ടും പരീക്ഷാ ഭാഗത്ത് നോക്കുമ്പോൾ ലീഡർഷിപ്പ് മനസ്സിലാക്കേണ്ടത് കൊണ്ടും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് സാധാരണ രീതി ചോദിക്കുന്നത് കൊണ്ടും കൂടാതെ ലീഡർഷിപ്പ് ഓർഗനൈസേഷൻ അത്യാവശ്യമായ ഘടകമായതുകൊണ്ടും ലീഡർഷിപ്പിനെ കുറിച്ച് ഒന്നുകൂടെ എടുക്കുകയാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയാണോ ആ ഗ്രൂപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് ആ ആളെ നമ്മൾ ലീഡറായിട്ട് വെക്കുന്നു. പല തിയറികളും ഉണ്ടായിരുന്നു. പണ്ടൊരിക്കലും ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പണ്ട് തിയറി വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ആക്റ്റീവായിട്ട് ഓടി നടന്ന് എല്ലാം ചെയ്യുന്ന ഒരാളെ ആണ് നമ്മൾ ലീഡറായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആളോടി നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു, എല്ലാ കാര്യങ്ങളും ഡയറക്ഷൻ കൊടുക്കുന്നു, എല്ലാം മുമ്പിൽ നിൽക്കുന്നു, അയാൾ നമ്മൾ ലീഡറായിട്ട് വരുന്നു. നിയമങ്ങൾ മാറിയപ്പോൾ, തിയറികൾ മാറിയപ്പോൾ അതല്ല ലീഡർ. ഒരു ഓർഗനൈസേഷനെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു, എങ്ങനെ ജനാധിപത്യപരമായിട്ട് ആ ഓർഗനൈസേഷൻ ഓരോ വ്യക്തികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു, അതിന് കഴിവുള്ള ഏത് വ്യക്തിയാണോ ആ ആളെ നമ്മൾ ലീഡർ എന്ന് പറയുന്നു. പിന്നെ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ കഴിവ്, ആ ഒരു വ്യക്തിയുടെ കഴിവ്, അങ്ങനെ ഒരു കൂട്ടത്തെ, ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക, അവരെ കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഒരു ഇൻഡസ്ട്രിയുടെ ഗോള്, ആ നിയമം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ സാധിക്കുക, അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെ ഉള്ള ഒരാളുടെ ആ കഴിവിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക. ബട്ട് ലീഡർ ഈസ് ദ പേഴ്സൺ ഹു ഇൻഫ്ലുവൻസ് ദ ഗ്രൂപ്പ് ദ മോസ്റ്റ്. അത് ആ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആരാണോ അയാളെ ആണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. ആൻഡ് ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ. അപ്പോൾ ആ ഒരു ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗോള് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട്, അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗ്രൂപ്പിനെ കൊണ്ട് നടക്കുന്നത്, ആ കഴിവുള്ള ആളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഴിവിനെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന ആൾ ആരാണോ അയാളെ നമ്മൾ ലീഡറായിട്ട് പറയുന്നു. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡറിൻ്റെ കഴിവുണ്ടാകും. സക്സസ്ഫുൾ ലീഡേഴ്സ്. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, എന്താണ് അയാളുടെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് നമ്മൾ ഒരാളെ കണക്കാക്കുന്നത് എങ്ങനെയാണ്, ആ ആൾക്ക് ഒരു ക്ലിയർ കട്ട് വിഷൻ ഉണ്ടാക്കണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമായൊരു ധാരണയുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എവിടെയാണ്. ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക, അത് എങ്ങനെ ഒരു വിഷൻ വേണം, അതെങ്ങനെ നമ്മൾ സാധിച്ചെടുക്കും, ആ ഒരു ക്ലിയർ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള, കാണാൻ കഴിവുള്ള. ഇന്ന് ഈ ഇൻഡസ്ട്രി എവിടെയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഇൻഡസ്ട്രി എവിടെയായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഗ്രൂപ്പിനെ ഉണ്ടാക്കുമ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രൂപ്പ് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, എന്തൊക്കെയായിരിക്കും ലക്ഷ്യം, അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ നടക്കുക. അപ്പം മഹാത്മാഗാന്ധി ആൾക്കാരെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരെ ബോധവൽക്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളുള്ള വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ ആകുകയായിരുന്നു. അപ്പോൾ ഒരു ക്ലിയർ കട്ട് വിഷനുണ്ട്, ഭാവി എങ്ങനെയായിരിക്കണം. ആ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ പറ്റുന്ന ആരാണോ അയാളെയാണ് നമ്മുടെ ഫ്യൂച്ചർ വിഷനുള്ള ഒരു ലീഡർ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതോ അതോ ആയിക്കോട്ടെ, ALA-BLSC എപ്പോഴും നമ്മൾ പറയുന്നത് നമുക്കൊരു ABC കാര്യങ്ങളുണ്ടാകണം. അത് കിട്ടിയില്ലെങ്കിൽ ഇത് എന്നുള്ള ചിന്താഗതിയിലേക്ക് വരുന്ന ഒരു ലീഡറിൻ്റെ ഇതല്ല. ലീഡർ ക്ലിയർ കട്ട് ഒരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടാകണം. ആ കമ്മ്യൂണിക്കേറ്റിംഗ് എക്സ്പ്രഷൻ സ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും
അത് വിശദീകരിക്കാനുമുള്ള കഴിവുണ്ടാകണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാര്യകാരണ സഹിതം ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവാണ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രഷൻ സ്കില്ലെന്ന് പറയുന്നത്. ദെൻ ഗുഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വേണം. അത് അവിടെ തന്നെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണ്. ഗാന്ധി എടുത്ത വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്നില്ല. അതായത് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം, അല്ല ഇന്ത്യ ഭരിക്കുന്ന ഒരു ആളുടെ സ്ഥാനത്തേക്ക് ഞാൻ വരുന്നില്ല. അദ്ദേഹത്തിന് ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ആ ലീഡർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഹൈ ലെവൽ ഓഫ് പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ, ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു ആത്മാർത്ഥമുണ്ട്, പാഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെയ്യുന്ന എന്നുള്ളതല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യൻ കർമ്മണ്യവാദി കാരസ്ഥയെ മാഫലേഷു കഥാചല, നമ്മൾ കർമ്മം ചെയ്യുക, നമ്മൾ ആ കർമ്മത്തിൻ്റെ ഫലം ഈശ്വരൻ തന്നുകൊള്ളുന്നത്. ഇവിടെ അതല്ല, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ കർമ്മത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി, ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി അവർ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം അങ്ങനെ ഉണ്ടാകുന്നതാണ് ഡെഡിക്കേഷൻ ആൻഡ് പാഷൻ എന്ന് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർപ്പണബോധം ഉണ്ടാകണം. അപ്പം അതാണ് ഒരു ലീഡറിൽ അടുത്തത്. ഗുഡ് മൊറൽ ആൻഡ് വാല്യൂസ്, പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. നമ്മൾ ഒരു കാര്യം പറയും, വേറൊരു കാര്യം പ്രവർത്തിച്ചാൽ അതിൽ നമ്മൾ ഗുഡ് ലീഡറായിട്ട് കാണില്ല. ഇപ്പം ഏത് ലീഡർഷിപ്പിലേക്ക് നോക്കിയാലും അയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ ആ പറയുന്ന കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങൾ കൂടാതെ അവിടം വരെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന ഒരു മൊറൽ ആൻഡ് വാല്യൂസ്, ആൾക്കാരെ കൂട്ടുവാനും അവരുമായിട്ടുള്ള ഒരു വാല്യൂ, ആ ലീഡർഷിപ്പ് വാല്യൂ നിലനിർത്തുമ്പോഴാണ് നമ്മൾ ആ ആളെ ഒരു ലീഡറായിട്ട് വെക്കുക. അപ്പോൾ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ, അയാളുടെ സ്വഭാവവും അയാളുടെ ലക്ഷ്യവും തമ്മിൽ എല്ലാം ഒരു ബന്ധമുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല ലീഡർക്ക് വേണ്ടത്. ഇപ്പോൾ പല തിയറികളുണ്ട്. അതിന് ഒരു ലീഡർഷിപ്പ് തിയറി എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിനായിട്ട് കൺസേൺ ചെയ്യുക, അല്ലെങ്കിൽ വ്യക്തികളോട് കൺസേൺ ചെയ്യുക. ഒന്നെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ടിനകത്ത്, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഒരു ഓർഗനൈസേഷൻ ആകുമ്പം ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ടാകാം, ലക്ഷ്യങ്ങളുണ്ടാകാം. അപ്പം ഒന്നെങ്കിൽ കൺസേൺ ഫോർ ദ പ്രൊഡക്ഷൻ, ഒന്നെങ്കിൽ എനിക്ക് തൊഴിലാളികൾ എങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രൊഡക്ഷൻ നമ്മൾ എടുത്ത ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ചെയ്യണം. അപ്പം അങ്ങനെ ഒന്നെങ്കിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ആണ് ഒരു ലീഡർഷിപ്പിന് പറയുന്നത്. അപ്പം ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണ്? എംപവറിഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള ലീഡർഷിപ്പ്, എംപവറിഷ്മെൻറ്റ് ലീഡർ, ഒന്നെങ്കിൽ അവർ റിസൾട്ടിനെ കുറിച്ച് ഓറിയൻറ്റഡ് ആയിരിക്കും, അത് മാനേജ്മെൻറ്റിനോട് താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനോടുള്ള ഇതായിരിക്കണം, അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് കംപ്ലയിൻസ് മാനേജ്മെൻറ്റ്. രണ്ടും, അതായത് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് തൊഴിലാളികൾക്കാകാം, ഒന്നെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്ന മാനേജ്മെൻറ്റിനാകാം, ഒന്നെങ്കിൽ കൊടുക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷനോടായിരിക്കും, കൺട്രിയോടാകാം, ഇതാകാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നതിനോടാകാം, അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ് ആകാം, ഇതല്ലെങ്കിൽ നമ്മൾ മിഡിൽ ആകാം, മിഡിലോട്, അതും ഇതുമല്ലാത്താകാം, അല്ലെങ്കിൽ ടീം മാനേജ്മെൻ്റ് ആകാം, ഒരു ടീമിനെ നയിക്കുന്നതാകാം. അപ്പോൾ പല ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഒരു കമ്പനിയിലുണ്ടാകാം. ഒന്നെങ്കിൽ മാനേജ്മെൻറ്റിനോട് താല്പര്യമുള്ളവരാകാം, ഒന്നെങ്കിൽ ഈ തൊഴിലാളികളോട് സ്നേഹമുള്ളവരാകാം, അല്ലെങ്കിൽ നിസ്സംഗത്വ ഭാവം ഭാവിക്കുന്നവരാകാം, അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാകാം, അല്ലെങ്കിൽ ഒന്നിലും ഇടപെടാതെ നിൽക്കുന്നതാകാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കൂട്ടമാകാം. അപ്പം പല ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ടാകാം. പിന്നെ വേറൊരു ടൈപ്പ് എക്സ് ആൻഡ് വൈ മാനേജേഴ്സ് തിയറിയാണ്. അപ്പം മാനേജർ പാർട്ടിസിപ്പൻ്റ് അതോറിറ്റേറിയൻ സ്റ്റൈൽ, അപ്പം എപ്പോഴും ഒരാളെ അടിച്ചു ഭരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്ന മാനേജ്മെൻ്റ് ആകാം. അവർ ഓൾവേസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി അവർ തൊഴിലാളികളെ അവർ നോക്കിക്കൊണ്ടിരിക്കുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ, ഇങ്ങനെ വരുമ്പോൾ അതോറിറ്റേറിയൻ ആകുമ്പോഴും എംപ്ലോയീസ് ലേസി ആയിരിക്കും, അത് ഡിസ്ഇൻട്രസ്റ്റഡ് വർക്കായിരിക്കും, ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല. അപ്പോൾ അതോറിറ്റേറിയൻ ടൈപ്പ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപതികളായി അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മുമ്പോട്ടിറങ്ങിത്തിരിക്കുന്നതായിരിക്കും. അവർ വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ജോലിക്കാരെ കുറിച്ച് താല്പര്യമുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ ആ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ ആ വ്യവസായ മേഖലയിലെ തൊഴിലാളികളെല്ലാം മടിയന്മാരാകാം, അവർ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാകുന്നവരായിരിക്കാം. ദെൻ വൈറ്റ് ടൈപ്പ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഒരു ഡെമോക്രാറ്റിക് വേ, അവർ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കാം, അവർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുന്നവരായിരിക്കാം. അപ്പം
എംപ്ലോയീസിന് അവരുടേതായ പാതകൾ തുടരാനുള്ളതും അവർ സെൽഫ് കൺട്രോൾ, നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത് ആത്മാർത്ഥമുള്ളവരായിരിക്കാം. ഇവിടെ എംപ്ലോയീസ് കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഒന്നെങ്കിൽ അതോറിറ്റീവായിട്ട് അവരെ അടക്കി ഭരിച്ച് കാര്യങ്ങൾ നേടുന്നവരാകാം, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് വേ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങളെടുത്ത് ഒരു ഐക്യകണ്ഠേന കാര്യങ്ങൾ നടത്തുന്ന മാനേജേഴ്സാണ്. അവിടെ തൊഴിലാളികൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും, അവിടെ തൊഴിലാളികൾക്ക് ആത്മാർത്ഥം ഉണ്ടാകും, അവർ ചെയ്യുന്ന ജോലികൾക്ക് റിവാർഡ്, അവർ പ്രതിഫലം തരുന്നവരായിരിക്കും. അതാണ് അടുത്തൊരു സ്റ്റൈല്. ദെൻ കണ്ടിജൻസി തിയറി. ഇപ്പോൾ കണ്ടിജൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ലീഡേഴ്സ് ജോലിക്കാരോട് താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷനോട് താല്പര്യമായിരിക്കും. ഒന്നെങ്കിൽ തൊഴിലാളികളോട് താല്പര്യം കൂടുതൽ കാണിക്കുക, മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷന് താല്പര്യം കൂടുകയും. അവർ കൂടുതലും പീപ്പിൾ ഓറിയന്റഡ് ആയിരിക്കും, അവർ ആൾക്കാരെ കുറിച്ചായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. ലോ എൽ പി സി എന്ന് പറഞ്ഞാൽ അവിടെ ലീഡേഴ്സ് കൂടുതലും ടാസ്ക് ഓറിയന്റഡ് ആയിരിക്കും, കാര്യങ്ങൾ നടത്തണം എന്നുള്ളതും തൊഴിലാളികളെ കുറിച്ച് കൂടുതൽ കൺസിഡറേഷൻ ഉള്ള ആൾക്കാരുമായിരിക്കുകയാണ്. ഫെഡറേഴ്സ് കണ്ടിജൻസി തിയറി അതിനകത്ത് പറയുന്നത് ലീഡേഴ്സ് മെമ്പർഷിപ്പ് റിലേഷൻഷിപ്പ്, അത് ഒരു ലീഡറും അതിനകത്ത് മെമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് ഒരു കമ്പനിയെ കൊണ്ട് നടത്തുന്നത്. ഒന്നെങ്കിൽ സ്ട്രക്ചർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സ് പൊസിഷൻ ആൻഡ് പവർ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുന്ന അവരുടെ പവറും ആയിരിക്കാം. അപ്പം ലീഡേഴ്സ് ഓവർ ദി സബോർഡിനേറ്റ്സ്, അപ്പം നമ്മൾക്ക് കിട്ടുന്ന അധികാര സ്ഥാനം വെച്ചിട്ടായിരിക്കാം അവർ ആ തൊഴിലാളികളെ ഭരിക്കുന്നത്. പാത്ത് ലീഡർഷിപ്പ്. അപ്പോൾ ഇവിടെ ഗോൾ തീരുന്നത് ഒന്ന് ഡയറക്റ്റ് ലീഡർ ആയിരിക്കാം. ഇതിനകത്ത് പറഞ്ഞ പാത്ത് ഗോൾ തിയറിക്കകത്ത് പറഞ്ഞ ഡയറക്റ്റ് ലീഡേഴ്സ് give the direction guidance required for attaining organization ഗോൾസ് നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാരെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന ഒരാകാം. ഡയറക്ഷൻ കൊടുക്കുക, എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കുക. അപ്പം എവിടേക്ക് ആവശ്യം വരുന്നോ അവരൊക്കെ അവർ ഗൈഡൻസ് കൊടുക്കും. ആ ഗൈഡൻസ് കൊടുക്കുന്നതനുസരിച്ച് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഡയറക്റ്റ് ലീഡറാണ്, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ലീഡർ ആയിരിക്കും. ഒന്നുകിൽ അവർ കൂട്ടത്തിൽ നിന്നിട്ട് ഫോളോവേഴ്സ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനൊക്കെ പ്രാധാന്യം കൊടുത്ത്, വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരുടെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലുണ്ടാകും. ഇല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ആയിരിക്കാം. അപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു സപ്പോർട്ടിനായിട്ട് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ അവരുമായിട്ട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആകാം. അപ്പം എപ്പോഴും പെർഫോം ഹയസ്റ്റ് ലെവൽ ബൈ ഓവർകമിങ് എനി ടൈപ്സ് ഓഫ് ചലഞ്ച്, എന്ത് ചലഞ്ച് വന്നാലും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതായിരിക്കും. 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് പാത്ത് തിയറിയിൽ പറയുന്നത്. ഒന്ന് ഡയറക്റ്റ് ലീഡേഴ്സ്, എന്നുവെച്ചാൽ ഓർഗനൈസേഷണൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡയറക്ഷൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അവരുടെ വ്യൂ പോയിന്റ് ചെയ്ത് എന്നെ ഡിസിഷൻ മേക്ക് ഒരുമിച്ച് എടുത്ത് തീരുമാനങ്ങൾ എടുത്ത് ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ആയിരിക്കും പാർട്ടിസിപ്പേറ്റിംഗ്. അച്ചീവ്മെന്റ് എന്ത് കാര്യം വന്നാൽ ഇനി ചലഞ്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കാര്യം നടത്തി തീർക്കുക, എന്ത് ബുദ്ധിമുട്ട് വന്നാലും കാര്യം നടത്തി തീർക്കുക എന്നുള്ള ഒരു ടൈപ്പ്. അപ്പം 4 തരത്തിലുള്ളതാണ് പാത്ത് ഗോൾ തിയറിക്കകത്ത് പറയുന്നത്. പിന്നെ പാർട്ടിസിപ്പേഷൻ മോഡൽ. ഇപ്പം ലീഡർഷിപ്പ്, അടുത്ത പാർട്ടിസിപ്പേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓട്ടോക്രാറ്റിക് ലീഡർ. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഏകാധിപതികളായിട്ട് നിൽക്കുക. അപ്പം ഓട്ടോക്രാറ്റിക് ലീഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡയറക്ഷൻ ഫ്രം ദ അതോറിറ്റിയാണ്. അതോറിറ്റിയിൽ നിന്ന് ഡയറക്ഷൻ കിട്ടുമ്പോൾ താഴെയുള്ളവർ ഫോളോ ചെയ്യുക, അത് അവർ ചെയ്യുക. ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് ഇതില്ല, അനുസരിക്കുന്ന തൊഴിലാളികളായിരിക്കണം. അപ്പം കാര്യം നടത്തുക എന്നുള്ളത് വ്യക്തിബന്ധങ്ങളെ കുറിച്ചോ അവരുടെ കാര്യങ്ങളെ കുറിച്ചോ ഇല്ല. ഒന്ന് നമ്മൾ പറയുന്ന കേൾക്കണം. അപ്പം അത് ഹയർ ലെവലിൽ നിന്ന് താഴോട്ട് വരും, പറയുന്ന കാര്യങ്ങൾ നടത്തുക. സെക്കൻഡ് എന്ന് പറയുന്നത് കൺസൾട്ടേറ്റീവ് ആയിരിക്കും, അത് ഡെമോക്രാറ്റീവ് ആയിരിക്കും, മറ്റുള്ളവരായിട്ട് കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ദെൻ കൊളാബറേറ്റീവ്, ചേർന്ന് നിന്നിട്ട് ചെയ്യുക. അപ്പോൾ ACT എന്നാണ് ലീഡർഷിപ്പ് പാർട്ടിസിപ്പേഷൻ മോഡലിനകത്ത് പറയുന്നത്. ഓട്ടോക്രാറ്റിക്, കൺസൾട്ടൻസി, കൊളാബറേറ്റീവ്. കൊളാബറേറ്റീവ് മീൻസ് ഗ്രൂപ്പ്, അതാണ് ചെയ്യുന്നിട്ടിരിക്കുന്നത്. ദെൻ ട്രാൻസാക്ഷണൽ ലീഡേഴ്സ്. അപ്പോൾ
ക്ലിയർ അബൌട്ട് ദർ. അപ്പോൾ ട്രാൻസാക്ഷണൽ ലീഡേഴ്സ് അവർക്ക് അവരുടെ അപ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്, ആ ഗോൾ ചെയ്യാനായിട്ട് പെർഫോം ചെയ്യുകയാണ്. അപ്പം ബെറ്റർ വെൻ ഗിവൻ ക്ലിയർ കമാൻഡ് ബൈ ദ ലീഡർ കൊടുക്കുന്നതിന് മുമ്പ് ആ ട്രാൻസാക്ഷൻ ഇത് എങ്ങനെ നടക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തീരുമാനം എടുക്കണം. അപ്പം ഇവിടെ റിവാർഡ്സ് ആൻഡ് പനിഷ്മെന്റ് ആണ് വർക്കേഴ്സ് ടു മോർ എഫിഷ്യൻ്റ്ലി നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ റിവാർഡ്സ് പനിഷ്മെന്റ് ആണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ റിവാർഡ് കൊടുക്കുക, അല്ലെ പനിഷ്മെന്റ് കൊടുക്കുക. അപ്പം ഇതിനകത്ത് ഫോളോവേഴ്സ് വിചാരിക്കുന്ന ആൾ പറയുന്ന, വർക്കേഴ്സ് വിചാരിക്കുന്ന മുകളിലിരിക്കുന്ന ആൾ പറയുന്നത് കേൾക്കണം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ വെച്ച് ആൾക്കാരെ മാറ്റിയെടുക്കണം, ട്രാൻസാക്ഷൻ ചെയ്യണം. നമ്മുടെ ഐഡിയ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് നടത്തുകയാണ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ആണ് നമ്മൾ ട്രാൻസാക്ഷണൽ ലീഡർ തിയറി പറയുന്നത്. അപ്പോൾ മോണിറ്റർ ദി സബോർഡിനേറ്റ് വൈൽ ദേ ആർ ഡൂയിങ് ദ ടാസ്ക്. അപ്പോൾ ഇവിടെ എനിക്കൊരു ചിന്താഗതി ഉണ്ട്, ആ ചിന്താഗതിയെ മറ്റുള്ളവരിലേക്ക് പകർന്നു, അത് അവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുക. ആ ചെയ്യിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവരെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ട്രാൻസാക്ഷൻ നടത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചിന്താഗതിയിൽ മറ്റുള്ളവരിലേക്ക് കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിക്കണം. ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് അല്ല സാറിന് നമ്മൾ പറയുന്നത് കരിസ്മാറ്റിക് ലീഡേഴ്സ്, ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് അവർ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഒരു റോൾ മോഡലാണ്. എന്നെ പോലെ നിങ്ങളായി വരണം. കൂടുതലും നമ്മൾ റിലീജിയസ് ലീഡേഴ്സിനാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് എന്ന് പറയുക. സ്വാമി വിവേകാനന്ദൻ, അപ്പം അദ്ദേഹത്തിൻ്റെ ഐഡിയ നമുക്ക് തന്നിട്ട് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യണം. സായിബാബ, ഓഷോ രജനീഷ്. അപ്പോൾ ഓഷോയുടെയൊക്കെ കുറിച്ച് ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സായിബാബ, ഓൾ ദ കരിസ്മാറ്റിക് ലീഡേഴ്സ്. അപ്പോൾ ഇവരൊക്കെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്, ആൾക്കാരെ ആ ചിന്താഗതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരൊരു ലീഡർഷിപ്പ് ചെയ്യുന്നത് ഇവർക്കൊരു ഐഡിയൽസ് ഉണ്ടാകും. ആ ഐഡിയ മറ്റുള്ളവരെ ഐഡിയൽസ് അവരുടെ വാല്യൂസ് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുക. അവരെന്ത് ഇൻസ്പിറേഷണൽ ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക അത് അച്ചീവ് ചെയ്യാനായിട്ട്. അവർ ഒരു ആധ്യാത്മികത അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഇൻസ്പിറേറ്റ് ചെയ്ത് അവർ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻ്റലിജൻസ് സിമുലേഷനാണ്. അവരുടെ ബുദ്ധിയെ നമ്മൾ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് കൺസിഡറേഷൻ ഓരോ വ്യക്തികൾക്ക് അവരുടേതനുസരിച്ച് നമുക്ക് വരാനായിട്ടുള്ളത് ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ലീഡർ സാധാരണഗതി പറയുന്ന അവർ ആൾക്കാരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം വാട്ട് ആർ ദ ചലഞ്ചസ് ടു ലീഡർഷിപ്പിൻ്റെ ചലഞ്ച് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഫോളോവേഴ്സ് ലീഡേഴ്സ് പറയുന്നതിനെ അനുസരിക്കുക അല്ലെങ്കിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മളെ ഫോളോ ചെയ്യുന്ന ആളാണോ അവരുടെ ട്രസ്റ്റ്, വിശ്വാസ്യത നേടുകയാണ് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ കോൺഫ്ലിക്റ്റ്, ടീം മെമ്പേഴ്സുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക. കാരണം പല സ്ഥലത്തു നിന്നുള്ള പല രീതിയിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പം അടുത്ത ചലഞ്ച് ലീഡർഷിപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പിലുള്ള കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒത്തൊരുമ, ലാക്ക് ഓഫ് കോഹസിവ്നെസ്, അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു താറാക്കൂട്ടങ്ങളെയാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു തീരുമാനം ഇറക്കണ്ട. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള കൂട്ടായ്മ വിട്ടുപോകും. അതുപോലെ തന്നെ പറന്നു പോകുന്ന പക്ഷികൾ, ഒരു പക്ഷി മുമ്പിൽ നിന്നിട്ട് ബാക്കിയുള്ള പക്ഷികളെ കൊണ്ടുപോകായിരിക്കും. അപ്പം അതിനൊരു ഒത്തൊരുമയുണ്ട്, ഒരു തീരുമാനമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ അവിടെ തന്നെ അവർ തമ്മിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും. അപ്പം ഒരു കൊഹസീവ്നെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തൊരു ചാലഞ്ച്. പിന്നെ പലപ്പോഴും ഒരു കോമൺ ഗോൾ കണ്ടുപിടിക്കുക. 10 പേര് നമ്മൾ കൂടുകയാണെങ്കിൽ 10 ചിന്താഗതികളായിരിക്കും. അപ്പം നമ്മൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന 10 പേരുണ്ടെങ്കിൽ അവർക്ക് 10 ഐഡിയാസ് ആയിരിക്കും, 10 ഇതായിരിക്കും. കമ്പനിയുടെ ഗോളല്ല പറയുന്നത്, വ്യക്തിപരമായ ഗോളാണ്. അപ്പോൾ ഈ 10 പേരുടെ വ്യക്തിപരമായ ഗോളുകളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമുക്ക് ആ ഒരു കോമൺ ഗോൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കോമൺ ഗോൾ ഇല്ലായ്മ എപ്പോഴും പ്രശ്നമാണ്. ട്രാൻസ്പെറൻസി ആൻഡ് റെസ്പെക്ട്, പരസ്പരം സ്നേഹിക്കാനും കാര്യങ്ങൾ പറയാനുമായിട്ടുള്ള ഒരു ചലഞ്ചസ് ലീഡർഷിപ്പിലുള്ളതാണ്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? അപ്പോൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ഒരു ലീഡറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ഒരുമിച്ച് പോകുന്നില്ല.
പിന്നെ ഹൈറാർക്കിലായിട്ടുള്ള, ഇപ്പം അച്ഛൻ മന്ത്രിയാണ്, മകൻ മന്ത്രിയാണ്, കൊച്ചുമകൻ മന്ത്രിയാണ്, ഇങ്ങനെയുള്ള ഒരു ഹൈറാർക്കിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ വരുന്നത്. അപ്പോൾ രാജാവിൻ്റെ മകൻ രാജാവാകുന്നു എന്ന് പറയുന്ന അതേ ഒരു കണ്ടീഷൻ നമ്മൾ വരുമ്പോൾ ഇന്ത്യൻ ഇതിനകത്ത് ഹൈറാർക്കി സിസ്റ്റത്തിനകത്ത് കുറച്ച് പ്രശ്നമുണ്ട്. അതാണ് സാധാരണ ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്നസ് വേ റെസ്പെക്ട് ഫോർ ദ ഒബീഡിയൻസ് ആൻഡ് എൽഡേഴ്സ് സുപ്പീരിയേഴ്സ് ആൻഡ്, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡെമോൺസ്ട്രേറ്റ് ഒരു സ്നേഹ വായ്പോട് കൂടി വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാനുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ഫേവറിറ്റിസം ആൻഡ് നേഴ്സ്. അപ്പം വ്യക്തി താല്പര്യങ്ങൾക്കും നമ്മൾ ആവശ്യമില്ലാതെ ഫേവറുകൾക്കും ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇന്ത്യയിലുണ്ടാകുക. പിന്നെ നമുക്ക് ലേണിങ്ങിലേക്ക് വരാം. ലേണിംഗ് ആണ് ഇത് ഒരു സ്ലൈഡ് അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഈസ് എ പ്രോസസ് വിച്ച് ചേഞ്ചസ് ഓർ മോഡിഫൈസ് യുവർ ബിഹേവിയർ. ചേഞ്ചസ് ഓർ മോഡിഫിക്കേഷൻ മേ ബി പെർമനൻറ്റ് ഓർ ടെമ്പററി ഫ്രം ബർത്ത് ടിൽ ഡെത്ത് ത്രൂ എക്സ്പീരിയൻസ്. അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതികൾക്ക് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പരിണാമം വരുത്തുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരണം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് മോഡിഫിക്കേഷൻ വരണം, മാറ്റങ്ങൾ വരണം, പരിണാമങ്ങൾ വരണം. ഒന്നുകിൽ മാറ്റമാകാം, അല്ലെങ്കിൽ പരിണാമം, ടോട്ടൽ ചേഞ്ച് ആകാം. അങ്ങനെ വരുന്ന ഏതാണോ അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ലേണിംഗ് ഈസ് എ പ്രോസസ്സാണ്. അതൊരു പ്രോസസ്സാണ്. ജനനം മുതൽ മരണം വരെ അനുഭവങ്ങളിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കുക. ആ ആർജിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയാം. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമ്മൾ പഠിപ്പിക്കാം, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? അപ്പോൾ പല തിയറി ലേണിങ്ങിനകത്തുണ്ട്. ആദ്യത്തെ നമ്മൾ പറയുന്ന തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ ബൈ ഇവാൻ പാവിലോവ്. ഇവാൻ പാവിലോവിൻ്റെ തിയറി ലേണിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലയും, ഇത് സാധാരണ ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് നടത്തിയത് ഒരു നായിലാണ്. ഒരു നായക്കൂടിനകത്ത് അടച്ചിട്ട് ഒരു ബെല്ലിനോട് കണ്ടീഷൻ ചെയ്യുക. അപ്പം നമ്മൾ ഒരാളെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളെ നമുക്ക് എങ്ങനെ ട്യൂൺ ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മാറ്റം വരുത്തുന്നതിനെ കണ്ടീഷൻ ചെയ്യാം. സാധാരണ ഇതിൻ്റെ കണ്ടീഷനിങ് നമ്മൾ നടത്തുന്നത് എങ്ങനെയാണെങ്കിൽ സർക്കസിലൊക്കെ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നതല്ലേ, അല്ലെ വീട്ടിൽ നമ്മൾ വളർത്തുമൃഗങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് പോലെ. അപ്പം എന്തെങ്കിലും കൊടുത്തിട്ട് അതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അവരെ ആ സ്വഭാവം രൂപീകരിച്ചെടുക്കുക. അപ്പം ഇത് നമ്മൾ കുട്ടികളിൽ നമ്മൾ ചെയ്യാറുണ്ട്. കുട്ടികളോട് നമ്മൾ പറയാൻ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു വാച്ച് നിനക്ക് വാങ്ങിച്ചു തരാം. അപ്പം കണ്ടീഷൻ ചെയ്യാണ്. അപ്പോൾ കുട്ടി പഠിക്കുന്നത് വാച്ച് കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ കുറേ പ്രാവശ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇല്ലെങ്കിലും അവർ ആ സ്വഭാവം കൊണ്ടു നടക്കും. അപ്പം ഇതുപോലെ ഇതേ തീയതി തന്നെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ഉപയോഗിക്കുക. എന്തെങ്കിലും നമുക്ക് അവരെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും രീതി കണ്ടീഷൻ ചെയ്തെടുക്കുക, അവരെ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം ഈ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ ബൈ ഇവാൻ പാവിലോവ് പറഞ്ഞേക്കാം, when you present an artificial stimuli and natural stimuli together, after certain trials, the artificial stimuli will act as a natural stimuli. അപ്പോൾ നമ്മൾ ഒരു രണ്ട് കാര്യങ്ങൾ ഒരേപോലെ, ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലയും ഒരു നാച്ചുറൽ സ്റ്റിമുലയും ഉണ്ട്. അപ്പം നമ്മൾ രണ്ടുകൂടെ ഒരുമിച്ച് കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പം നമ്മൾ നാച്ചുറൽ സ്റ്റിമുലയെ മാറ്റിയാലും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലയ്ക്ക് അതുപോലെ വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാകും, അതുപോലെ നമ്മളെ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവുണ്ടാകും. When we present an artificial and natural stimuli together, after certain trials, the artificial stimuli will act as a natural stimuli. ഇതാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ. അപ്പം നമ്മൾ ഇതിനകത്ത് അദ്ദേഹം അത് പരീക്ഷണം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്ന്, അദ്ദേഹത്തിൻ്റെ തിയറി പ്രൂവ് ചെയ്യാൻ നടത്തിയ പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നായയെ വിശന്ന നായ ഒരു കൂട്ടിനകത്തിട്ടിട്ട് ആ നായ്ക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത്, നായ്ക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് വായിക്കൂടെ സലൈവ വന്നുകൊണ്ടിരിക്കും. അപ്പം കാരണം വെച്ചാൽ ഫുഡിനോട് ആ നായ്ക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ വായിക്കൂടെ സലൈവ വന്നിട്ടിരിക്കും. അപ്പം ഇതൊരു നാച്ചുറൽ സ്റ്റിമുലിയാണ്, ഇത് അൺകണ്ടീഷണൽ സ്റ്റിമുലിയാണ്. കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ സ്റ്റിമുലി, നാച്ചുറൽ സ്റ്റിമുലി.
അപ്പം ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ്. സാധാരണഗതി ആഹാരം കാണുമ്പോൾ നായയുടെ വായിക്കൂടെ സലൈവ വരും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ബെല്ല് കൊടുത്തു, വെറുതെ ഒരു ബെല്ലടിച്ചു. ബെല്ലടിച്ച് കഴിഞ്ഞപ്പം നായയെ സംബന്ധിച്ച് ബെല്ലടിക്കുന്നതിന് യാതൊരുവിധ ഇതുമില്ല, വിശന്നിരിക്കുന്ന നായാണോ ഒന്നും അനങ്ങുന്നില്ല. അപ്പം ആദ്യത്തെ പ്രാവശ്യം ഫുഡ് കൊടുക്കുന്നു, ദാറ്റ് ഇസ് കോൾഡ് നാച്ചുറൽ സ്റ്റിമുലേ. അപ്പം വായിൽ നിന്ന് സലൈവ വരുന്നു, ദാറ്റ് ഇസ് കോൾഡ് നാച്ചുറൽ സ്റ്റിമുലേ റെസ്പോൺസ്. അപ്പം നാച്ചുറൽ സ്റ്റിമുലേ എന്ന് പറയുന്നത് ഫുഡും നാച്ചുറൽ റെസ്പോൺസ് പറയുന്നത് സലൈവ വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബെല്ലടിച്ചു, ദാറ്റ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേ. വെറുതെ ബെല്ലടിച്ചു, യാതൊരുവിധ അനക്കവും നായ്ക്കുണ്ടായില്ല. അടുത്ത പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തു, ബെല്ലടിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ ബെല്ലടിക്കുക. രണ്ടുകൂടെ ഒരേ സമയത്ത് ഫുഡും ബെല്ലും ഒരേ സമയത്ത് കൊടുക്കാം. അങ്ങനെ കുറേ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തതെന്നു വെച്ചാൽ സ്വാഭാവികമായിട്ട് ഫുഡ് അങ്ങ് നിർത്തി, എന്നിട്ട് ബെല്ല് മാത്രം കൊടുത്തു. അപ്പം ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നായ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, സലൈവ വരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേ എന്ന് പറയാം, ദാറ്റ് ഇസ് കോൾഡ് കണ്ടീഷണൽ സ്റ്റിമുലേ ആൻഡ് റെസ്പോൺസ് ഈസ് അൺകണ്ടീഷണൽ റെസ്പോൺസ്. അപ്പം ആദ്യം നായ്ക്ക് ഫുഡ് കൊടുത്തു, സലൈവ വന്നു. അത് കഴിഞ്ഞ് അത് ഫുഡും ബെല്ല് കൊടുത്തു, യാതൊരു അനക്കവും ഇല്ല. പിന്നെ നമ്മൾ കുറച്ച് പ്രാവശ്യത്തിൽ ഫുഡും ബെല്ലും കൂടെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് മാറ്റി ബെല്ലും മാത്രം കൊടുത്തു. ദെൻ ദ റെസ്പോൺസ് ദിസ് കോൾ അൺകണ്ടീഷണൽ, ദിസ് കോൾ കണ്ടീഷണൽ റെസ്പോൺസ്, കണ്ടീഷണൽ സ്റ്റിമുലേ ആൻഡ് കണ്ടീഷണൽ റെസ്പോൺസ്. അപ്പം അതായത് ഫുഡും ബെല്ലും കൂടെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേ നാച്ചുറൽ സ്റ്റിമുലേ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ജനറലൈസേഷൻ. പട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പട്ടി ഫീഡറുടെ ഇതാകാം അല്ലെങ്കിൽ ബെല്ലിൻ്റെ ഇതാകാം, എന്തെങ്കിലും ആകും. അങ്ങനെ കോമൺ ആയിട്ടുള്ള എല്ലാ ശബ്ദത്തോടും, കാരണം അതിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ ശബ്ദത്തോടും നായി പ്രതികരിക്കാൻ തുടങ്ങാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബെല്ലിനോട് മാത്രം, ഒന്നെങ്കിൽ ഏത് ബെല്ല് കൊടുത്താലും പട്ടി അനങ്ങാം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബെല്ലിനോട് മാത്രം, സ്ഥിരം കേട്ടിരിക്കുന്ന ബെല്ലിനോട് വേണമെങ്കിൽ അനങ്ങാം. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പം ആദ്യത്തേനകത്ത് ഏതിനോട് വേണേലും പ്രതികരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡായി പർട്ടിക്കുലർ ശബ്ദത്തോട് മാത്രം, ബെല്ലിനോട് മാത്രം പ്രതികരിക്കാം. ജനറലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ തിരിച്ചറിയാൻ സാധിക്കാം. അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ബെല്ല് കൊടുക്കുക, ഫുഡ് കൊടുത്തു, പിന്നെ ബെല്ലായി. കുറേ പ്രാവശ്യം ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുത്തില്ല എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് ആ റെസ്പോൺസ് തീരും. ദാറ്റ് ഇസ് കോൾഡ് എക്സ്റ്റൻഷൻ. പിന്നെ വീണ്ടും നമ്മൾ ആ പട്ടിയെ ഒന്ന് ട്രെയിൻ ചെയ്യണമെങ്കിൽ, ഇതിന് കണ്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് അതിനെ നമുക്ക് കണ്ടീഷൻ ചെയ്തായിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് സ്പോണ്ടേനിയസ് റിക്കവറി. ഇപ്പോൾ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ പഠിക്കുമ്പോൾ ഡിസ്ക്രിമിനേഷൻ, ജനറലൈസേഷൻ, എക്സ്റ്റൻഷൻ ആൻഡ് സ്പോണ്ടേനിയസ് റിക്കവറി ഇതും കൂടെ നിങ്ങൾ പഠിക്കണം. കാരണം ഇത് മാത്രം പഠിച്ചൊരു കാര്യമില്ല, തിയറി മാത്രം പഠിച്ചൊരു കാര്യമില്ല, ഇതെന്താണെന്നുകൂടെ പഠിക്കണം. ദെൻ ഓപ്പറന്റ് കണ്ടീഷൻ ഓർ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷൻ. ഇപ്പോൾ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാഹചര്യം, അത് SR സ്റ്റിമുലസ് എന്നാണ് പറയുന്നത്, SR ലേണിംഗ്. അത് സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ റെസ്പോണ്ടാണ്, ആ റെസ്പോണ്ടിനനുസരിച്ചാണ് നമ്മൾ ആ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണ്, ഞാൻ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനെനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റിവാർഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ സ്വഭാവം നമ്മുടെ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തി വെക്കും. That is called operant conditioning or SR learning or response learning. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണ്, നമുക്ക് നല്ലപോലെ വിശക്കുന്നു, എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, നല്ലപോലെ വിശക്കുന്നു. അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എടുക്കണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിശക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ പോയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കാം. ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടി. പിന്നെ എപ്പോഴും നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് തുറക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്വഭാവം ഉണ്ടാവും. ഇതിന് നമ്മൾ SR ലേണിംഗ്, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ്. നമ്മൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടുമ്പം നമ്മൾ ആ സ്വഭാവം നമ്മുടെ സ്വന്തമാക്കി എടുക്കും. ഇഫ് ദർ ഇസ് നോ റെസ്പോൺസ് ദർ ഇസ് നോ ലേണിംഗ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഫലമില്ലെങ്കിൽ അത് നമ്മൾ പഠിക്കില്ല. ഫലം കിട്ടിയാൽ നമ്മളത് പഠിക്കും.
ഇപ്പൊ ഇതിന് ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഒപ്പൻ കണ്ടീഷൻ SR BS കേന്ദ്രൊക്കെയാണ്. BS കേന്ദ്ര ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്യൂബിനകത്ത് ഫുഡ് പെല്ലറ്റ്സ് നിറച്ചു. നിറച്ചിട്ട് അതുമായിട്ട് ഒരു ലിവറുമായിട്ട് കണക്ട് ചെയ്തു. അപ്പം ലിവർ വലിക്കുമ്പോൾ ഫുഡ് കിട്ടും. ഒരു വിശന്ന റാബിറ്റിനെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചു. കാരണം ഈ ട്യൂബിനകത്താകുമ്പം നമുക്ക് ട്യൂബിനകത്ത് ഫുഡ് പെല്ലറ്റ്സ് ഉണ്ട്, മണം വരുന്നുണ്ട്. അപ്പോൾ കുറേ നേരം ആ റാബിറ്റ് ഇങ്ങനെ എടുക്കാനായിട്ട് നമ്മൾ നോക്കി, കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്സിഡൻ്റലി അത് ലിവർ പിടിച്ചു വലിച്ചു. അപ്പോൾ അതിന് ഫുഡ് കിട്ടി. അപ്പം ലിവർ പിടിച്ചു വലിച്ച് ഫുഡ് കിട്ടുമെന്നായി. അങ്ങനെ കുറേ പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് വെനെവർ ഇറ്റ്സ് പുള്ളിങ് ദ ലിവർ ഗെറ്റിംഗ് ദ ഫുഡ് പെല്ലറ്റ്. അപ്പം വിശക്കുന്ന ഏത് സമയത്തും ഇത് വലിക്കാനുള്ള ഒരു സ്വഭാവം ആ റാബിറ്റ് കിട്ടി. അപ്പം ഈ ലേണിങ്ങിനാണ് നമ്മൾ പറയുന്നത് ഒപ്പറൻ്റ് കണ്ടീഷനിങ്. കാരണം റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് റീഇൻഫോഴ്സ് ചെയ്തു. ഇതിന് പല സ്റ്റേജസ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂളുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ഇൻ്റർവെൽ, എപ്പോഴൊക്കെ ഇത് വലിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വലിക്കുന്നു, ഫിക്സഡ് റേഷ്യോ, ഒരു പ്രാവശ്യം വലിക്കുമ്പോൾ 2 കിട്ടുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം വലിക്കുമ്പോൾ 1 കിട്ടുക. അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ, എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുക. ഇങ്ങനെയുള്ള 3-4 സ്കെഡ്യൂൾസ് ഉണ്ട്. അപ്പം ആദ്യത്തെ ക്ലാസിക്കൽ കണ്ടീഷൻ നമുക്ക് എങ്ങനെ അടുത്തോടെ പറഞ്ഞു പറയാം. പിന്നെ ഇൻസൈറ്റ് ലേണിംഗ് ഓർ സൈറ്റ് എക്സ്പെരിമെന്റ് ഓൺ ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവർ പറയുന്നത് ഒരു കാര്യം പഠിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ഇതിൻ്റെ റെസ്പോൺസ് ഒന്നും നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ടല്ല, അല്ല ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊണ്ടല്ല, അല്ല ക്ലാസിക് കണ്ടീഷനുള്ള ഇൻസൈറ്റ് പെട്ടെന്ന് നമുക്ക് തോന്നുക, നമ്മളതിനെ തീരുമാനമെടുക്കുക. ഇത് ചെയ്തൊരു ചിമ്പാൻസിയിലാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ചിമ്പാൻസിയെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിമ്പാൻസിയുടെ ഇൻ്റലിജൻസ് ഈക്വൽ ടു ഹ്യൂമൻ ബീങ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്യുന്നതിൻ്റെ റെസ്പോൺസോ ഇതൊന്നും കൊണ്ടിട്ടല്ല, നമ്മളത് പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുന്നു, അതിനെ അനുസരിച്ച് നമ്മൾ പഠിക്കുക. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഇൻസൈറ്റാണ്, അത് പെട്ടെന്ന് തോന്നി നമ്മളത് ചെയ്യുന്നു. അദ്ദേഹം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് ചിമ്പാൻസിലാണ്. ചിമ്പാൻസി സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇന്റലിജൻസ് ഓഫ് ചിമ്പാൻസീസ് ഈക്വൽ ടു ഹ്യൂമൻ ബീങ്. അപ്പം ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്ത ബുദ്ധിയുള്ളത് ചിമ്പാൻസിയാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഇത് സെലക്ട് ചെയ്ത ചിമ്പാൻസി ചിമ്പാൻസികളിൽ ഏറ്റവും ഇന്റലിജന്റ് ഉള്ള ചിമ്പാൻസിയാണ് എടുത്തത്. അതിന്റെ പേര് സുൽത്താൻ എന്നാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു കേജിനകത്ത് ചിമ്പാൻസി ഇട്ടു, കുറച്ച് പഴം ആ കേജിൻ്റെ മുകളിൽ വെച്ചു. കൈ എത്തിയാൽ ചിമ്പാൻസിക്ക് എടുക്കാൻ പറ്റില്ല. ഒരു വുഡൻ ബോക്സ് ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കേജിനകത്ത് കിട്ടിയിരുന്നു. ചിമ്പാൻസിക്ക് വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് എടുക്കാൻ നോക്കി, അത് കിട്ടിയില്ല. പെട്ടെന്ന് ഇവിടെ കിടക്കുന്ന ബോക്സ് കണ്ട് ബോക്സ് വലിച്ചിട്ടിട്ട് പഴമെടുത്തു. ഇത് പറയുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്നും ഇല്ലായിരുന്നു, ഇത് പെട്ടെന്ന് നേരിട്ട് ചെയ്തതാണ്. ദാറ്റ് ഇസ് കോൾഡ് ഇൻസൈറ്റ്. എന്നുവെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അത് ചെയ്തു. ഇവിടെ ലേണറെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ളത് ബുദ്ധിയാണ്. അപ്പം ലേണിങ്ങിന് നമുക്ക് അത്യാവശ്യമുള്ള ബുദ്ധിയാണ്. അപ്പം ഈ തിയറികളൊക്കെ എങ്ങനെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യിക്കാമെന്ന് നോക്കുക. ഇപ്പം നമ്പർ 1 ക്ലാസിക്കൽ കണ്ടീഷൻ. അപ്പം തൊഴിലാളികൾക്ക് നമ്മൾ റിവാർഡ് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുമ്പം അതിനുള്ളതായ ഒരു കോമ്പൻസേഷൻ എന്തെങ്കിലും കൊടുക്കുക. അപ്പം ഈ കോമ്പൻസേഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ജോലി ചെയ്യും. നമ്മൾ ബോണസ് കൊടുക്കുക. ബോണസ് കൊടുക്കുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇത്ര നാൾ വർക്ക് ചെയ്ത് നമുക്കൊരു ബോണസ് നമുക്ക് കിട്ടും, അതിൻ്റെ തൊഴിൽ വിഹിതം നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലിക്ക് പ്രതിഫലമായിട്ട് നമുക്കൊരു ലീവ് ഫെയർ കൺസെഷൻ കൊടുക്കുക, LFT ലീവ് ഫെയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ട്രാവൽ എന്ന് കൊടുക്കുക. അത് എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ ഇന്ന ജോലി ചെയ്യുകയാണെങ്കിൽ കമ്പനി ഇന്നത് തരും. അപ്പം കണ്ടീഷൻ ചെയ്യണം. അപ്പം നമ്മൾ പല പ്രാവശ്യങ്ങളും ഇവർക്ക് ആവശ്യമുള്ളത് കൊടുത്തിട്ട് കണ്ടീഷൻ ചെയ്യാം, ജോലി ചെയ്യിച്ച് നമുക്ക് റിസൾട്ട് എടുക്കാം. ദാറ്റ് ഇസ് കോൾഡ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ. ഒപ്പയറും കണ്ടീഷൻ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പറയില്ല, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടും.
ഈ പ്രാവശ്യം നിങ്ങൾ പ്രൊഡക്ഷൻ ഇത്ര കൂട്ടി, ഇത് കിട്ടും. നമ്മൾ പറയുന്നില്ല, നമ്മളത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ എന്തെങ്കിലും കിട്ടും എന്ന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകും എന്ന് വെച്ചിട്ട്, അല്ല നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റും. തൊഴിലാളികൾക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഓപ്പൺ കണ്ടീഷനിങ്. ഇൻസൈറ്റ് പറഞ്ഞത് തൊഴിലാളികൾ ആവശ്യമനുസരിച്ച് അവരെ കാര്യങ്ങൾ കണ്ട് ചെയ്യും. അവരെ അങ്ങനെ നമ്മൾ പ്രാപ്തരാക്കുക. ഓരോ കമ്പനിക്കും ആവശ്യമുള്ളത് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പ്രാപ്തരാക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഇൻസൈറ്റ് ലേണിംഗ്. അപ്പോൾ പിന്നെ ഉള്ളത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ഇപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് പഠിക്കുക. ഓരോ ഓർഗനൈസേഷൻ എങ്ങനെയാണോ അത് നമ്മൾ കണ്ട് അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. അപ്പോൾ ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിലേക്ക് എടുത്തിയാൽ അവർ പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ പഠിക്കുന്നത്, അതിൻ്റെ കൾച്ചർ പഠിക്കുന്നത് മറ്റുള്ളവരുടെ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു അറ്റൻഷൻ കൊടുക്കുക. അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറിക്കകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗിവിങ് ദ അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിട്ടൻഷൻ ചെയ്യുക, നമ്മൾ കാത്തു സൂക്ഷിച്ച് വെക്കുക. നെക്സ്റ്റ് അത് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അപ്പം സോഷ്യൽ ലേണിംഗ് തിയറി നമ്മൾ പറയുന്നത് നമ്മൾ കണ്ട് അല്ലെങ്കിൽ കേട്ട് ഒരു കാര്യം പഠിക്കുന്നു. ഇത് സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിങ്ങിൻ്റെ സോഷ്യൽ ഇത് ബണ്ടുര സോഷ്യൽ ലേണിംഗ് തിയറിയൊക്കെയാണ് വന്നിരിക്കുന്നത്. പല സോഷ്യൽ ലേണിംഗ് തിയറിയുണ്ട്. നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനുണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നതിനുണ്ട്, പല രീതിയിലുള്ള സോഷ്യൽ ലേണിംഗ് തിയറി ഉണ്ട്. ഇവിടെ ഓർഗനൈസേഷനിൽ എങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറി കൊണ്ട് വെച്ചിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ്. ആദ്യം നമ്മൾ പറഞ്ഞു ഒരാൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യാം. പോസിറ്റീവായിട്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കും, അതിനൊരു റിവാർഡ് നമ്മൾ കൊടുക്കുക. ആ റിവാർഡ് കൊടുത്ത് ആ കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക, ദാറ്റ് ഇസ് എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ഒരാളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മാർഗമാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. ദെൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അത് തെറ്റായ കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ വരും. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പം ആ തെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഫീഡ്ബാക്ക് കൊടുക്കാതെ നമ്മളത് മാറ്റുക. ദാറ്റ്സ് കോൾഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് തെറ്റായ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ പറഞ്ഞ ലേണിങ്ങിനകത്ത് എങ്ങനെയാണ്, ആദ്യം പല രീതിയിൽ ഞാൻ ഒന്ന് റെഗുലർ ഇൻ്റർവ്യൂലാകാം, റാൻഡം ഇൻ്റർവ്യൂലാകാം, ഫിക്സഡ് റേഷ്യോ ഇൻ്റർവ്യൂലാകാം, ഏത് വേണമെങ്കിലും. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ദ പനിഷ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം നമ്മളതിന് പനിഷ്മെൻറ്റ് കൊടുക്കുക. തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അതിന് തക്കതായ ശിക്ഷ നമ്മൾ കൊടുക്കുക. അപ്പം വീണ്ടും ആ തെറ്റായ കാര്യങ്ങൾ അവർ റീഇൻഫോഴ്സ് ചെയ്യാതിരിക്കും. ദെൻ എക്സ്റ്റൻഷൻ, ഒന്നും നമ്മൾ തള്ളിക്കളയുക. അത് ഏതാണ് തെറ്റായ സംഗതികൾ അതിന് നമ്മൾ റിവാർഡ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, അത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നിന്ന് ഇല്ലാതാവും. ദാറ്റ് ഇസ് കോൾഡ് എക്സ്റ്റൻഷൻ. ഇത് തിയറി ഓഫ് ക്ലാസിക് കണ്ടീഷനകത്തോളാണ് എക്സ്റ്റൻഷൻ. നേരത്തെ പറഞ്ഞിരുന്നു, ഒരിക്കൽ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് റിവാർഡ് കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാതെ ആകും. ദാറ്റ് ഇസ് കോൾഡ് എക്സ്റ്റൻഷൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ മാത്രം ഡെവലപ്പ് ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം? അപ്പം ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു പുതിയ ആൾക്കാരെ എടുക്കുമ്പം അവർ ആ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അല്ലെ എന്ത് ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പം ഒരു കമ്പനിയുടെ പോളിസികളെ കുറിച്ചാകാം, ചെയ്യുന്ന ജോലികളെ കുറിച്ചാകാം, അവർക്ക് അതിനകത്ത് കഴിവുണ്ടാകാൻ വേണ്ടിയിട്ടാകാം, സ്കിൽ ട്രെയിനിങ് ആകാം നമ്മൾ കൊടുക്കുന്നതാകാം. ദിസ് കോൾഡ് ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ് എന്താണ് ആവശ്യം, എന്താണ് ഈ ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരിക? അപ്പോൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ പരിശീലനമാണ്. അപ്പോൾ ഏത് ഓർഗനൈസേഷൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആ തൊഴിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചറിലേക്ക് വരുമ്പോൾ ആ കാര്യം അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിപ്പിക്കാതെ ഒരു കാരണവശാലും ട്രെയിനിങ് കൊടുക്കാതെ ഒരു ഇതിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത്
ഒരു ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം എന്താണ് ട്രെയിനിങ്ങിൻ്റെ കാര്യം എന്താണ്, ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ട്രെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? ഒന്ന്, ഫ്യൂച്ചർ നീഡ്സ്. ഒരാളെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പം ഒരു ഓർഗനൈസേഷനിലേക്ക് എടുക്കുമ്പം ആ ഓർഗനൈസേഷൻ ട്രെയിനിങ് കൊടുക്കുന്നത് ഭാവിയിലേക്ക് ഇയാളെ എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഭാവിയിൽ ഈ ട്രെയിനിങ് ഈ ഓർഗനൈസേഷൻ എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ എങ്ങനെ ഭാവിയിലേക്ക് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. ദെൻ ട്രെയിനിങ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് സ്കിൽ ഷോർട്ടേജ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആളെ എടുക്കുമ്പോൾ നമ്മുടെ കമ്പനിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് അനുസരിച്ച് അവർ സ്കിൽഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ ട്രെയിനിങ് ചെയ്തത്. അപ്പം ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയിലെ ആവശ്യം, ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാകാം, വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാകാം, ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാകാം. നമ്മൾ ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ സ്കിൽ ഷോർട്ടേജ്, ഒരു പർട്ടിക്കുലർ ജോലിക്ക് ഒരാളെ കിട്ടാനായിട്ടുള്ള പാട്. പിന്നെ ഡിസൈർ ടു മീറ്റ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്. അപ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരു എക്സ്റ്റേണൽ നീഡ്, അതായത് നമ്മുടെ ആൾക്കാരുടെ നീടാകാം ഇല്ലാകാം. ഇപ്പം എക്സാമ്പിൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ സമയത്ത് നമ്മളെ വിളിക്കുന്ന ആൾക്കാർ, നമ്മളെ വിളിക്കുക, അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കും. ആദ്യം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇത് എങ്ങനെ സംസാരിക്കണം, ആൾക്കാർ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യണം, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇല്ലാതെ പെട്ടെന്ന് ഒരാൾ വിളിച്ചെന്നിരിക്കുക, നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമയമോ കാര്യങ്ങളൊന്നും നോക്കാതെ ഒരാൾ ഫോൺ വിളിച്ച് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കത് അരോചകമാകും. അപ്പോൾ നമ്മൾ ആ കമ്പനിക്ക് അത് ചീത്തപ്പേരാകും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പം കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം, ഏത് സംസാരിക്കണം എന്ന് അവരെ പഠിപ്പിക്കുകയും. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കും, സാർ ഇന്ന ആളാണോ, നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്തു. അല്ലാതെ വേറെ ആളോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. എടുത്തിട്ട് പ്രകാശനന്ദനാണോ എന്ന് ചോദിക്കാതെ എന്നെക്കുറിച്ച് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ചിലപ്പം നമ്പർ തെറ്റിപ്പോകാം, ചിലപ്പോൾ ആൾ മാറിപ്പോകാം, ചിലപ്പോൾ മൂടി ശരിയാക്കണോ വിളിച്ചിട്ട് അവർ ചോദിക്കുന്ന കാര്യം ഇന്നയാളാണോ, അതെ ഞാൻ ഇന്നടത്ത് നിന്നാണ് വിളിക്കുന്നത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആളെ മനസ്സിലാക്കി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ എക്സ് ആണ്, ഇന്ന കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, 2 മിനിറ്റ് സാറുമായിട്ട് സംസാരിക്കാൻ സമയമുണ്ടാവും. അപ്പം ആദ്യത്തെ ഇത് ട്രെയിനിങ് കൊടുത്ത് ഉണ്ടാക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് എന്താണോ അവർ റിക്വയർ ചെയ്യുന്നത് ആ റിക്വയർമെൻറ്റിലേക്ക് വരുന്നു. അപ്പം ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ് മറ്റുള്ളവരുടെയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ. ദാറ്റ്സ് കോൾഡ് ദെൻ പർപ്പസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് ട്രെയിനിങ്ങിൻ്റെ പർപ്പസ്, എന്താണ് ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം, എങ്ങനെയാണ് ചെയ്യുന്നത്? പർപ്പസ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ പാർട്ടാണ്, ഇത് കണ്ടിന്യൂസ് പാർട്ടാണ്. ഒരാളെ ഒരു ജോലിയിൽ നിർത്തുന്ന ഒരു കണ്ടിന്യൂസ് പാർട്ടായതുകൊണ്ട് ആ എംപ്ലോയ്മെൻറ്റിനെ ചെയ്യാനാണ്. അപ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പം അവർ ആ ട്രെയിനിങ് വേണ്ടി ആ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ എപ്പോഴും ടെക്നിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സമയത്തും നമ്മൾ നേരത്തെ ഒരു കാലഘട്ടത്തിന് ഒരു 86 മുമ്പാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഗതിയില്ല. അപ്പം കമ്പ്യൂട്ടറിൽ എപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ചേഞ്ച് എപ്പോഴും വരുമ്പോൾ ആൾക്കാർ അതിനെ എതിർക്കും. ഒന്ന്. പിന്നെ രണ്ടാമത് എന്നാ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് വേണമായിരുന്നു. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ 86 കാലഘട്ടങ്ങളിലാണ് പറയുന്നത്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ കമ്പ്യൂട്ടർ നമ്മൾ വന്നിട്ടില്ല. 86-ന് ശേഷം കമ്പ്യൂട്ടർ വരികയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആദ്യം വരുമ്പം വളരെ ഒരു മെഷീനായിട്ട്, ഇതങ്ങ് അൺടച്ചബിൾ ആയിട്ട് എല്ലാവരും കയറി തൊടാൻ പറ്റിയില്ല. ഇതെന്താ വലിയൊരു സാധനമാണ്, ഇത് അങ്ങനെ വയ്ക്കരുത്, AC-യിൽ വെക്കാൻ പറ്റുള്ളൂ, പുറത്ത് കൊണ്ട് കിടക്കാൻ പറ്റില്ല, കാറ്റടിക്കാൻ പാടില്ല, വെയിലടിക്കാൻ പാടില്ല, പൊടിയടിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എംപ്ലോയീസിനെ കൊടുക്കാം. ഇത് ഒരാടെ കൊടുത്ത് അത് എംപ്ലോയിക്ക് അത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ പുതിയൊരു ടെക്നിക്ക് വരികയാണ്. അപ്പോൾ ഇവരെ ഇത് ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പം ഒരു ഓർഗനൈസേഷൻ നിർത്താനായിട്ടുള്ള ആവശ്യമുണ്ട്. പിന്നെ ടെക്നോളജി മാറുമ്പോൾ ടെക്നിക്സുകൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അവർക്ക് സ്പെസിഫിക് ടാസ്ക് സ്കില്ല് വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ചെയ്യുന്നു. ദെൻ പുതിയ എക്യുപ്മെൻറ്റ്സ് വരുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം. അപ്പം എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്
അവരെ നമ്മൾ നിർത്തണം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അവർക്ക് ടെക്നിക്കൽ നോ ഹൗ എന്നുള്ള ടെക്നിക്ക് നമ്മൾ കൊടുക്കണം. പിന്നെ പുതിയ എക്യുപ്മെൻറ്റ്സ് വരുമ്പം അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള പഠിപ്പിക്കണം, അതിൻ്റെ പ്രോസസ്സ് പഠിക്കണം. പിന്നെ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാറ്റങ്ങൾ വേണം. മാറ്റങ്ങളില്ലാതെ ഒരു ഓർഗനൈസേഷൻ നിൽക്കുകയില്ല. ഒരു ഉദാഹരണത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കാർ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് നമ്മൾ വരിക. അപ്പം ഒരു 84 മുമ്പ് നമുക്കുണ്ടായിരുന്ന 2 കാറുകളെ കുറിച്ച് നമുക്കറിയാവുള്ളൂ. 84 2 കാറുകളെ കുറിച്ച് നമുക്കറിയാമുള്ളൂ. ഒന്ന് ഒരു ഫിയറ്റ് കാറും അല്ലെങ്കിൽ നമ്മുടെ ഫിയറ്റും, ഒന്ന് അംബാസഡർ കാറും. അപ്പം ഇത് 2 പാർട്ടായിട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടി പൊതുവേ ഉള്ള അംബാസഡർ കാറും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അതായത് എംപ്ലോയിലുള്ള ആൾക്കാർക്ക് ഒരു മാനേജർക്കുള്ള ഫിയറ്റ് കാറും. പക്ഷെ 84 ശേഷം 84 ശേഷം 84 ശേഷം ഉണ്ടായ വലിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ മാരുതി കാറുകളുടെ ഇറക്കമാണ്. അപ്പം ഒരു ഓർഗനൈസേഷൻ വരുമ്പം ഈ അംബാസഡർ കാറും ഫിയറ്റ് കാറും അതനുസരിച്ച് മാറേണ്ടത് വരിക. അപ്പം അങ്ങനെ വരുമ്പം മാത്രമേ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ആൾക്കാർക്ക് മാത്രം എംപ്ലോയീസിന് മാത്രം പോരാ, തൊഴിലാളികൾക്ക് ഇത് വാങ്ങുന്ന ആൾക്കാർക്കും വേണം. കാരണം മനുഷ്യൻ്റെ കോൺസെപ്റ്റ് മാറുകയാണ്. ഇന്നാണെങ്കിലും ഇന്നത്തെ നമ്മുടെ ഇൻഡസ്ട്രി മാറി. ആ ഇൻഡസ്ട്രി നമ്മൾ അംബാസഡറും ഫീൽഡുകാരും പോയിട്ട് ഇന്ന് ലക്ഷക്കണക്കിന് കാറുകൾ നമ്മുടെ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം. ഇലക്ട്രിക് വെഹിക്കിളായി, കുറച്ച് കഴിയുമ്പോൾ നാച്ചുറൽ ഗ്യാസിൻ്റെ വെഹിക്കിളാണ്. ചിലപ്പോൾ നമ്മൾ CNG ഇപ്പോഴുണ്ട്. ചിലപ്പം സൂര്യനിൽ നിന്ന് എനർജി വാങ്ങി ഓടുന്ന കാറുകളായിരിക്കാം. അപ്പം ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാലാകാലങ്ങളിൽ ഓർഗനൈസേഷൻ മാറുന്നതനുസരിച്ച് അവിടുത്തെ എംപ്ലോയീസ് മാറണം. എംപ്ലോയീസിന് മാറണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ പർപ്പസ് ഓഫ് ദ ട്രെയിനിങ് ടു കോപ്പ് ഓർ എക്യൂപ്പ് ദ എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ നീഡ് ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഭാവി ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് റിക്രൂട്ടിങ് എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കണം. കാരണം പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഹൗസ് കീപ്പിംഗ് അവർക്ക് ഇത് ചെയ്യേണ്ടി വരും. ദെൻ ഇൻക്രീസ് ദ റിസോഴ്സ് ആൻഡ് സ്കിൽസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. പിന്നെ ഉള്ള ആൾക്കാർ, ഓർഗനൈസേഷൻ ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഉള്ള ആൾക്കാരെ പഠിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ട്രെയിനിങ് വേണ്ടത്. ദെൻ ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു ബി സ്കിൽഡ് മോർ ദാൻ വൺ ഏരിയ. പല കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ബാങ്കിങ് സെക്ടർ തന്നെ എടുക്കാം. ബാങ്കിങ് സെക്ടർ പണ്ട് കാലത്ത് അത് കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പുള്ള മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ക്ലറിക്കൽ കാഡർ, ദെൻ സബ് സ്റ്റാഫ്, ദെൻ ക്ലീനിങ് സ്റ്റാഫ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിരുന്നു. ഇപ്പോഴത്തെ അന്ന് ഒരു മാനേജർ അതാണ് കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുക, അവിടെ ബാങ്ക് ലോണിൻ്റെ കാര്യം നോക്കുക, അല്ലെങ്കിൽ ഡിപ്പോസിറ്റിൻ്റെ കാര്യം നോക്കുക, ബാങ്കിനെ ജോലി ചെയ്യാനായിട്ട് നമ്മൾ അടുത്ത അസിസ്റ്റന്റ് മാനേജർ വെക്കുക, ആ ഓരോ അസിസ്റ്റന്റ് മാനേജർ ഓരോ വിങ് ചെയ്യുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കോമൺ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരാൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി. കാരണം ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. വളരെ റെയറായിട്ട് മാത്രം നമ്മൾ ബാങ്കിൽ പോകേണ്ട വരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൺലൈനിൽ നടക്കുകയാണ്. അപ്പോൾ ഓൺലൈനിൽ നടക്കുമ്പം നമുക്ക് അതനുസരിച്ച് നമ്മൾ റീസ്ട്രക്ചർ ചെയ്യാം. ഇപ്പോൾ പണ്ട് പൈസ ഇടാനായിട്ട് നമ്മൾ ബാങ്കിൽ പോകേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ പൈസ ഇടാൻ ബാങ്കിൽ പോകേണ്ടി വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് ഉണ്ട്. പാസ്ബുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി. ഇപ്പോൾ പാസ്ബുക്ക് പ്രിന്റിംഗ് മെഷീൻസ് ഉണ്ട്. നമ്മൾ ക്യാഷ് എടുക്കണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഇപ്പോൾ കാർഡ് പോലും വേണ്ട. അപ്പോൾ ഇത് മാറും. ഓർഗനൈസേഷൻ മോർ സ്കിൽഡ് വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമ്മൾ മാറണം. ഇത് ഭക്ഷണക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. പർപ്പസ് ഓഫ് ട്രെയിനിങ്. കാരണം സ്വിഗ്ഗി വേണമെങ്കിൽ സ്വിഗ്ഗിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പം അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. ഓൺലൈനിൽ അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കഴിവ് വേണം. ഏത് ഹോട്ടലിൽ തപ്പിപ്പിടിക്കാനുള്ള കഴിവ് വേണം. അതിന് പേയ്മെൻറ്റ് എടുക്കാനുള്ള കഴിവ് വേണം. അപ്പം ഇത്രയും വരും. ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ മാറ്റം വരുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം. അതാണ് പർപ്പസ് ഓഫ് ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. മോട്ടിവേറ്റിംഗ് ദ അട്രാക്റ്റിംഗ് ദ റിട്ടൈനിങ് ദ കീ സ്റ്റാഫ്. പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക, അവരെ അട്രാക്ട് ചെയ്യുക, പുതിയ സ്കിൽസ് പഠിക്കുക. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു ചേഞ്ചിങ് ഫീലിംഗ് ഉണ്ടാവും.
then they will do the work. This is the purpose of training of the staff. The purpose of the employees ഇത് തന്നെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. അപ്പോൾ ഇവരെ ഒന്ന് പഠിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ദ ട്രെയിനിങ് പ്രോസസ്സാണ്. റീസൺ ഫോർ നോ ട്രെയിനിങ്, എന്തുകൊണ്ട് ട്രെയിനിങ് വേണ്ട എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ദ ട്രെയിനിങ് നീഡ്സ്. എന്തുകൊണ്ട് പർപ്പസ് ഓഫ് ദ ട്രെയിനിങ് ഓഫ് ദ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ എംപ്ലോയീസിനെ ട്രെയിനിങ് ചെയ്യുക, ഡെവലപ്മെന്റ് പ്രോസസ് ആയിട്ട് വെക്കാം. ഒന്ന് ട്രെയിൻ ചെയ്യേണ്ട കാര്യം, നീഡ് ഓഫ് ട്രെയിനിങ്. പിന്നെ നമുക്ക് ട്രെയിനിങ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ്, ഐഡന്റിഫൈ ട്രെയിനിങ് നീഡ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഐഡന്റിഫൈ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം. ഒരു ട്രെയിനിങ് കൊടുക്കാന്ന് വെച്ചാൽ ട്രെയിനിങ് എങ്ങനെയാണ്, അത് ഏത് രീതിയിൽ നടത്തണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷനിലാണോ, സ്കില്ലിലാണോ, പർട്ടിക്കുലറാണോ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കാം. അപ്പോൾ ട്രെയിനിങ് സ്റ്റാഫിന് ഇത് കാര്യങ്ങൾ നോക്കണം. സെലക്ഷൻ ഓഫ് ദ ട്രെയിൻ. അപ്പം ട്രെയിനിങ് ചെയ്യുന്ന ട്രെയിനീസിനെ പോലെ തന്നെ ട്രെയിനേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യണം. അക്കോർഡിംഗ് ടു ദ നീഡ് ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിൽ അത് എക്സാമ്പിൾ നമ്മളിപ്പോൾ പബ്ലിക്കുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്ന സ്ഥലത്താണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കൂടുതൽ വേണ്ടത്. ഒരു ടെക്നിക്കൽ വർക്ക് ചെയ്യുന്ന അവർക്ക് ടെക്നിക്കൽ നോളജ് ആയിരിക്കും വേണ്ട. അപ്പം അവരെ ആരെയും എടുക്കണം, അവരുടെ സ്കില്ലിനനുസരിച്ച് ആളെ ട്രെയിനീസിനെ എടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇതാണ് ട്രെയിനിങ്. നമ്മൾ ഇത് ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഇതിൻ്റെ ഗോള്, എന്ത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു ട്രെയിനിങ് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുമ്പോൾ എടുക്കുന്ന സംഗതികളാണ്. ദെൻ ഓർഗനൈസേഷൻ ചേഞ്ച്. അപ്പം ഒരു ഓർഗനൈസേഷനും നമ്മൾ മാറ്റങ്ങൾ വേണ്ടി വരും. മാറ്റമില്ലാതെ നിൽക്കാൻ പറ്റുകയില്ല. പണ്ട് ഒരു സംഗതി, ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ, ഓർഗനൈസേഷനിൽ ചേഞ്ച് വേണം. ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, വി നീഡ് ചേഞ്ച്. അപ്പം ചേഞ്ച് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓർഗനൈസേഷൻ്റെ ചേഞ്ച് വേണം. കാരണം നമ്മൾ മാറ്റങ്ങൾ വന്നില്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാം. മാറ്റം അനിവാര്യമാണ്. അപ്പോൾ അവിടെ ട്രെയിനിങ്ങിന് ചെയ്യുന്ന ആൾക്കാരെല്ലാം കയ്യിൽ നിന്നെടുത്ത് ചേഞ്ച് എടുത്ത് ഇട്ട് കൊടുത്തു. കാരണം വി നീഡ് ചേഞ്ച് എന്ന് പറഞ്ഞപ്പം അവരുദ്ദേശിച്ച കോയിൻ, അത് പൈസയ്ക്ക് ചേഞ്ച് വരണമെന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെയാണ് പലപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പറ്റുക. ഒരു ഓർഗനൈസേഷനും കാലാകാലങ്ങളിൽ അതിൻ്റെ ടെക്നിക്കലായിട്ട് ചേഞ്ച് വരേണ്ടി വരും, മെക്കാനിക്കൽസായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും, കൺസ്ട്രക്ഷനിൽ ചേഞ്ച് ചെയ്യും, എല്ലാം ചേഞ്ച് ചെയ്യും. അപ്പം ഏത് നേച്ചർ ഓർഗനൈസേഷൻ ചേഞ്ച്, നേച്ചർ ഓഫ് ദ വർക്ക് ഫോഴ്സ് അതനുസരിച്ച് തന്നെ മാറ്റം വരണം. ദെൻ ടെക്നോളജി മാറുന്നത് കൊണ്ട്, നമുക്ക് പുതിയ ടെക്നോളജി വരുന്നതുകൊണ്ട് നമുക്ക് ഓർഗനൈസേഷൻ മാറ്റങ്ങൾ ആവശ്യം വരും. എക്കണോമിക്കൽ ഷോക്സ്, കാരണം സാമ്പത്തികമായിട്ട് പല മാറ്റങ്ങളും. എപ്പോഴും കൂടുതൽ സ്റ്റാഫിന് വേണ്ടാത്തത് കുറയ്ക്കണം, സ്റ്റാഫിൻ്റെ കുറവുകളെടുത്ത് കൂട്ടണം, ഇതൊക്കെ. അപ്പം എക്കണോമിക് അനുസരിച്ച് ഒരു കമ്പനിയുടെ എക്കണോമിക് ഇതനുസരിച്ച് കൊണ്ടാണ് സാമ്പത്തികമായ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ മാറ്റത്തിന് ആവശ്യം വരിക. പിന്നെ കോമ്പറ്റീഷനാണ്. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ, ഓരോന്നും കോമ്പറ്റീഷനും, അതനുസരിച്ച് നമ്മൾ മാറ്റം വരണം. ദെൻ സോഷ്യൽ ട്രെൻഡ്, സാമൂഹിക മാറ്റങ്ങൾക്ക് എപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായി മാറിയേ പറ്റുള്ളൂ. അപ്പം വർക്ക് ഫോഴ്സ് മാറുന്നുണ്ട്, ഓരോ കാലഘട്ടവും വർക്ക് മാറുന്നുണ്ട്, ടെക്നോളജി മാറുന്നുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്, മത്സരങ്ങൾ കൂടുന്നുണ്ട്, സോഷ്യൽ ട്രെൻഡ് കൂടുന്നുണ്ട്. പിന്നെ വേൾഡ് പൊളിറ്റിക്സ്. ഇപ്പം നമ്മൾ മത്സരിക്കുന്നത് രണ്ട് ഓർഗനൈസേഷനുമായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളാണ്. ഓരോ രാജ്യത്തിനനുസരിച്ച് വേണം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കൂടി, നമ്മൾ വളരെ നിസ്സാരമായ സമയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു, മാറ്റങ്ങൾ നമ്മൾ അറിയുന്നു. അപ്പോൾ വേൾഡ് പൊളിറ്റിക്സ് ചേഞ്ച് വരുമ്പം ഓർഗനൈസേഷൻ ആവശ്യമാണ്. ഏതൊക്കെ രീതിയിലാണ് ചേഞ്ച് വരിക? ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓരോ വ്യക്തികളും ഒരു ഓർഗനൈസേഷനിലുള്ള മാറ്റം വരുന്ന കാര്യമുണ്ട്. ദ ഗ്രൂപ്പ് ലെവൽ, ഒരു ഗ്രൂപ്പ്. അപ്പം ഡ്യൂ ടു ഇൻഎഫിഷ്യൻസി ഓഫ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാര്യം നമ്മൾ നോക്കും, മൊബൈലിൻ്റെ ഫോണിൻ്റെ. അപ്പം ഈ മാറ്റം വരണമെങ്കിൽ നമ്മളിപ്പോൾ പണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു ലെറ്റർ എഴുതി അങ്ങോട്ട് കൊടുക്കായിരുന്നു. ഇപ്പം ലെറ്റർ എഴുതി അങ്ങോട്ട് കൊടുക്കുകയല്ല. ഇപ്പം നമ്മൾ വിത്തിൻ നോ ടൈം നമ്മൾ വാട്സാപ്പിലോട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. അപ്പം ഗ്രൂപ്പ് ലെവലിൽ നമുക്ക് ചേഞ്ച് വേണ്ടി വരണം. ദെൻ ഓർഗനൈസേഷൻ ലെവൽ, ഇൻഡിവിജ്വൽ, ഒരു വ്യക്തികൾ മാറണം, ഗ്രൂപ്പുകളൊക്കെ മാറണം, ഓർഗനൈസേഷൻ നമ്മൾക്ക് മാറണം. ദെൻ മാനേജ്മെൻറ്റ് ചേഞ്ച്. അപ്പോൾ ഹൗ യു ക്യാൻ മാനേജ് ദ ചേഞ്ച്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കുക, അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ദെൻ പാർട്ടിസിപ്പേഷൻ, എല്ലാവരും ഉൾക്കൊള്ളിക്കുക, എല്ലാവരുമായിട്ട് നമ്മൾ അടുപ്പിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ ഇൻവോൾവ്മെൻറ്റ് വേണം. ദെൻ ഫെസിലിറ്റേഷൻ ആൻഡ് സപ്പോർട്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുക, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ദെൻ പോസിറ്റീവ് റിലേഷൻ, ബന്ധങ്ങൾ കൂട്ടുക.
അപ്പം എങ്ങനെ ചെയ്യണമെന്ന് എഡ്യൂക്കേഷൻ വേണം, ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യിക്കണം, അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, സപ്പോർട്ട് ചെയ്ത് കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോസിറ്റീവ് റിലേഷൻ വ്യക്തിബന്ധങ്ങൾ മാറ്റിയിട്ട് മാറ്റങ്ങൾ വരുത്തണം. ദെൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇംപ്ലിമെൻറ്റ്, പുതിയ പുതിയ ബന്ധങ്ങളെക്കുറിച്ച് ഉണ്ടാക്കുക, പുതിയ കമ്പനികളുമായിട്ടുള്ള പുതിയ വ്യക്തികളുമായിട്ട് ആരൊക്കെ സെലക്ട് ചെയ്യുക അവരെ നമ്മൾ ചൂസ് ചെയ്യാം. ദെൻ കോഴ്സ് ഇല്ലാത്തവരെ ഇനി മാറ്റങ്ങൾക്ക് സാധ്യതകൾ അവരെ നമ്മൾ നിർബന്ധമായിട്ട് കോഴ്ഷൻ ചെയ്യണം, നമ്മൾ ഒഴിവാക്കുക. അപ്പം പറഞ്ഞു കൊടുത്ത് നമ്മൾ മനസ്സിലാക്കണം, വിദ്യാഭ്യാസം കൊടുത്ത് മനസ്സിലാക്കണം, കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ മനസ്സിലാക്കണം, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് നമ്മൾ ചെയ്യണം, സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചേഞ്ച് പറ്റുന്ന ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇതല്ല മാറ്റത്തിന് ഇല്ലാത്തവരുടെ മാറ്റവും ചട്ടങ്ങളെ അത് ഇല്ലെങ്കിൽ മാറ്റുവിൻ അത് നിങ്ങളിൽ താനേ എന്നാണ് പറയുന്നത്. നിങ്ങളെ നിയമങ്ങൾ മാറ്റാൻ സാധിച്ചില്ല, നിങ്ങൾക്ക് മാറാൻ സാധിച്ചില്ലേ നിങ്ങൾ തന്നെ തൂത്തെറിയപ്പെടും. അങ്ങനെ നമ്മളെ അവരെ മാറ്റേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് ലേണിംഗ് മോഡൽ അൺഫ്രീസ് ചെയ്യുക? നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊന്ന് എല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് അതൊക്കെ നിർത്തിക്കൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ദെൻ എന്ത് വെച്ചാൽ ഡ്രൈവിംഗ് ഫോഴ്സ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സ്റ്റാറ്റസ് നിർത്തേണ്ടത് നിർത്തി മാറ്റങ്ങൾ വരുത്തി എന്നിട്ട് പുതിയ രീതിയിലേക്കുണ്ട്. ഇതാണ് ലിവിൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഒന്ന് അൺഫ്രീസ് ചെയ്യുക, നമ്മൾ ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് നമ്മൾ അയച്ചു വിട്ടിട്ട് ദെൻ അതിൻ്റെ ഡ്രൈവിംഗ് എവേ ഓർഗനൈസേഷന് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഒക്കെ നിർത്തിയിട്ട് പുതിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത് ഉൾക്കൊണ്ടിട്ട് നമ്മൾ ആ റിസ്ട്രെയിനിങ് ഫോഴ്സസ് മൂവ്മെൻറ്റ് ഫോർ സ്റ്റാറ്റസ് കോ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ കമ്പനിയെ റീഓർഗനൈസ് ചെയ്യുക. ദെൻ അപ്ലൈങ് എ കോമ്പിനേഷൻ ഓഫ് ദ എബോവ് ടു ഫോഴ്സ് എല്ലാം കൂടെ നമ്മൾ ചെയ്ത് മാറ്റം വരുത്തി ഇത് ചെയ്ത് പുതിയ ഇതിലേക്ക് വരുത്തും. അതാണ് നമ്മൾ ഒന്ന് മാറ്റം വരുത്താനുള്ള ലിവിൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ച് പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ്, അപ്പോൾ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ്. അപ്പം ആദ്യം നമ്മൾ അൺഫ്രീസ് ചെയ്തു, കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു, അത് മാറ്റങ്ങൾ വരുത്തുന്നത് എന്തൊക്കെയാണെന്നു അതിനെ അവിടെ ഊട്ടിയുറപ്പിച്ചു, ദെൻ അതുകൊണ്ട് ചേഞ്ച് പ്രോസസ്സ് വയ്ക്കുക, പുതിയ മാറ്റങ്ങൾ വരുത്തുക ആൻഡ് റീഫ്രീസ്, വീണ്ടും നമ്മൾ ആ മോഡൽ കൺസിഡർ ചെയ്ത് പുതിയ മാറ്റങ്ങൾ വരുത്തുക. ഇങ്ങനെയാണ്. അപ്പം ആദ്യം അൺഫ്രീസ് ചെയ്യുക, പിന്നെ ആ ഓർഗനൈസേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് അതിനെക്കുറിച്ച് പഠിക്കുക കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെ ചേഞ്ച് പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, ദെൻ അൺഫ്രീസിങ്, ദെൻ അതിനെ സ്റ്റേബിൾ കൊണ്ടുവരിക. ഇതാണ് ലിവിൻസ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ഓർഗനൈസേഷനും ഓരോ കൾച്ചറുണ്ട്. അപ്പം ആ ഓരോ നോംസ് ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കണം, നിയമങ്ങൾ മനസ്സിലാക്കണം. അത് ആണ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓരോന്നിനും ഓരോ ഉണ്ട്. ഇപ്പം റിലയൻസ് ചെയ്യുന്ന അവരുടെ കൾച്ചർ വേറെയാണ്, ഇപ്പം മൊബൈൽ കമ്പനികളിൽ വന്ന് അവരുടെ ഇത് വേറെയാണ്, ട്രെൻഡ് പോലുള്ള കമ്പനികളിൽ നിന്ന് വേറെയാണ്. ഓരോന്നിനും ഓരോ കൾച്ചറുണ്ട്. ആ കൾച്ചർ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഹൗ ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്സ്, അപ്പം ലീഡേഴ്സ്, അപ്പം നമ്മൾ അവിടെ ലീഡേഴ്സാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ ക്രിട്ടിക്കൽ ഈവൻറ്റ്സ് ഓരോ ഈവൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വർക്കിംഗ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചിട്ടാണ് ഇതെങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ കൾച്ചർ, ഇന്ന രീതിയിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് ബന്ധങ്ങളിലൂടെയാണ് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാണ് ഓർഗനൈസേഷൻ പറയാം. അപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഓരോ ഓർഗനൈസേഷനെ മാറ്റം എന്ന് പറയുന്നത് അവർ ലീഡേഴ്സ് ആസ് എ റോൾ മോഡൽ, ലീഡേഴ്സ് ഒരു റോൾ മോഡലായിട്ട് നിൽക്കുക. അപ്പോൾ ലീഡേഴ്സാണ് ഇതിൻ്റെ മോഡൽ. ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ കൾച്ചർ ഇതാണ്, ലീഡേഴ്സാണ് പറഞ്ഞു കൊടുക്കുക. പിന്നെ ക്രിട്ടിക്കൽ ഈവൻറ്റ്സ്, ഓരോ ഈവൻറ്റും വെച്ചിട്ട് നമ്മൾ പറയാം ഇതാണ് ഇതിൻ്റെ മാറ്റങ്ങൾ, ഇത് ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, ഇതാണ് ഇതിൻ്റെ കൾച്ചർ. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെ ആയിട്ടുള്ള കൾച്ചറുണ്ട്. അപ്പം ഏത് ഓർഗനൈസേഷനാണോ അതിൻ്റെ കൾച്ചർ മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എന്താണ് ഈ ഓർഗനൈസേഷൻ്റെ, എന്താണ് ഇതിൻ്റെ ഇത് ലീഡേഴ്സിൻ്റെ റോളാണ്. റോൾ ക്രിറ്റിക് ഓരോ ലീഡർ വെച്ചാൽ എഫക്റ്റീവ് വർക്കിംഗ് ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി ഉറപ്പിക്കുമ്പോഴത്തേക്കാണ്. പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഓർഗനൈസേഷൻ ലീഡേഴ്സ് എന്താണ്, ഓർഗനൈസേഷൻ ചേഞ്ച് എന്താണ്, ചേഞ്ച് എന്തുകൊണ്ട് വരുത്തണം, എന്തുകൊണ്ട് നമ്മൾ അവിടുത്തെ ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കണം, ആ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, ട്രെയിനിങ് എങ്ങനെ നമ്മൾ സെലക്ട്, ട്രെയിനീസിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, ഇതാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത് ബാക്കി കൾച്ചറൽ ചേഞ്ചസ് ഒക്കെയാണ്, എങ്ങനെ നമുക്കത് കൾച്ചർ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ മെത്തേഡാണെന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്.
ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ലീഡർഷിപ്പ്, ചേഞ്ച്, കൾച്ചർ, ഇതൊക്കെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് തുടങ്ങാം, കണ്ടിന്യൂ ചെയ്യാം. നമസ്തേ.